ചൈനയുടെ വികസനത്തെക്കുറിച്ച് അത്ഭുതകരമായ വികസനമെന്ന് സ്വതവേ വിശേഷിപ്പിക്കാറുണ്ട്. ആ വളർച്ചയിൽ ചൈനീസ് പ്രവാസി സമൂഹം വഹിച്ച പങ്ക് വളരെ വലുതാണ്. ചൈനയിൽ നിന്നും വലിയ തോതിൽ വിദ്യാർത്ഥികൾ, ഗവേഷകർ, സാങ്കേതിക വിദഗ്ധർ പുറം രാജ്യങ്ങളിൽ കുടിയേറിയിട്ടുണ്ട്. വലിയ തോതിൽ ബിസിനസ് നടത്തുന്നവരും വ്യവസായം നടത്തുന്നവരും ചൈനയിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട്. അതിൻ്റെ നഷ്ടം നികത്താനും പ്രവാസത്തെ അവസരമാക്കാനും ശ്രദ്ധേയമായ പല പരിപാടികളും ആരംഭിക്കാൻ അവർക്ക് കഴിഞ്ഞു. ചൈനയുടെ ചൂൺഹൂയി എന്ന പേരിൽ അറിയപ്പെടുന്ന പദ്ധതി ഇക്കാര്യത്തിൽ ലോകപ്രശസ്തമാണ്. വിദേശത്ത് വിദ്യാഭ്യാസത്തിനും ഗവേഷണത്തിനും ജോലിക്കും ഒക്കെ പോകുന്ന ചൈനക്കാരെ താൽക്കാലികമായോ സ്ഥിരമായോ തിരിച്ചെത്തിച്ച് പുതിയ സാങ്കേതിക വിദ്യകളും വൈദഗ്ധ്യവും ആവശ്യമായ ഉൽപ്പാദന മേഖലകൾ ആത്യന്തികമായി വികസിപ്പിക്കാനുള്ള പദ്ധതിയാണ് ചൂൺഹൂയി 7 പദ്ധതി. ചൈനയിലെ വിജ്ഞാനാധിഷ്ഠിത വ്യവസായങ്ങളെ ഈ പദ്ധതി വലിയ തോതിൽ ഉത്തേജിപ്പിച്ചു എന്നാണ് പഠനങ്ങൾ വെളിവാക്കുന്നത്. ഈ പദ്ധതി ചൈനയിലെ ഗവേഷണ സ്ഥാപനങ്ങൾക്കും സർവകലാശാലകൾക്കും വലിയ നേട്ടമുണ്ടാക്കിയതായും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചൂൺഹൂയി പദ്ധതിക്ക് സമാനമായ നിർദ്ദേശങ്ങൾ നമ്മുടെ ലോക കേരള സഭയിലും ഉയർന്നു വന്നിട്ടുണ്ട്. കേരളത്തിൽ നിന്നുള്ള പ്രവാസികളുടെ അറിവും അനുഭവജ്ഞാനവും വൈദഗ്ധ്യവും വിജ്ഞാന സമൂഹമായി വളരാനുള്ള കേരളത്തിൻ്റെ പരിശ്രമത്തെ സഹായിക്കും എന്ന കാര്യത്തിൽ സംശയമേയില്ല. 2027-28 മുതൽ ആരംഭിക്കുന്ന കേരളത്തിൻ്റെ 15ാം പഞ്ചവത്സര പദ്ധതിയിൽ പ്രവാസവുമായി ബന്ധപ്പെട്ട ഇത്തരം പ്രോജക്റ്റുകൾ ഉൾപ്പെടുത്താൻ കഴിയേണ്ടതുണ്ട് എന്നാണ് കാണുന്നത്. ലോക കേരള സഭയുടെ 4ാം സമ്മേളനത്തിൽ, അതായത് കഴിഞ്ഞ സമ്മേളനം, ആ സമ്മേളനത്തിൽ വന്ന നിർദ്ദേശങ്ങളെക്കുറിച്ചും എടുത്ത തുടർ നടപടികളെക്കുറിച്ചും ഈ സമ്മേളനം ചർച്ച ചെയ്യുമെന്നതുകൊണ്ട് അതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് ഞാൻ ഈ ഘട്ടത്തിൽ കടക്കുന്നില്ല. കഴിഞ്ഞ സമ്മേളനത്തിൽ പ്രതിനിധികൾ മുൻപോട്ട് വച്ച നിർദ്ദേശങ്ങളിൽ നടപ്പാക്കാൻ സാധ്യമായ 28 ലോക കേരള സഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തിരഞ്ഞെടുത്തു. അതിൽ 10 നടപ്പാക്കി, 13 നടപ്പാക്കി വരികയാണ്. 5 നമുക്ക് മാത്രമായിട്ട് നടപ്പാക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് തന്നെ വിദേശകാര്യ വകുപ്പിൻ്റെ ശ്രദ്ധയിൽ പെടുത്തേണ്ടവയാണ്. അതും ചെയ്തിട്ടുണ്ട്. പ്രവാസി മിഷൻ സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിച്ചു. അത് നടപ്പായി. തിരിച്ചു വരുന്ന പ്രവാസികളുടെ സാമ്പത്തിക പുനഃസംയോജനം, സംരംഭകത്വം, നോർക്കയുടെ വികേന്ദ്രീകരണം, പുനരധിവാസ പദ്ധതികളുടെ ആസൂത്രണം, ഇവയെല്ലാം മുൻനിർത്തിയുള്ളതാണ് മിഷൻ. മറ്റൊന്ന് നോർക്ക കെയർ എന്ന സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ്. രാജ്യത്ത് ആദ്യമായി നടപ്പിലാക്കുന്ന സമഗ്ര
ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതിയിൽ ലോകമെങ്ങുമുള്ള പ്രവാസികൾക്ക് ബാധകമാകുന്ന ഒന്നാണിത്. പ്രവാസി രംഗത്തെ ഏറ്റവും വലിയ ആഗോള പദ്ധതിയുമാണിത്. വിദേശ റിക്രൂട്ട്മെൻറ്റ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നോർക്ക പോലീസ് സ്റ്റേഷൻ സ്ഥാപിക്കുന്നുണ്ട്. നിലവിലെ NRI പോലീസ് സ്റ്റേഷനുപരിയായി നേരിട്ട് FIR രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്ന സംവിധാനമായിരിക്കും ഇത്. പഠന സംബന്ധമായ സമഗ്ര ഓൺലൈൻ സംവിധാനം, സ്റ്റുഡൻറ്റ് മൈഗ്രേഷൻ പോർട്ടൽ എന്നിവ പൂർത്തിയായിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിൽ ഹെൽപ്പ് ഡെസ്കുകൾ സ്ഥാപിച്ചു. ആദ്യഘട്ടത്തിൽ കാനഡയിലെ 50-ൽ പരം സംഘങ്ങളെ ഒരുമിപ്പിച്ചുകൊണ്ട് നോർക്ക കനഡ കോർഡിനേഷൻ കൗൺസിൽ രൂപീകരിച്ചു. ഓൺലൈനിലൂടെയുള്ള സൗജന്യ മാനസികാരോഗ്യ കൺസൾട്ടേഷൻ സംവിധാനം, വികസന കാര്യങ്ങളിൽ പ്രവാസി മലയാളി പ്രൊഫഷണലുകൾക്ക് ഇടപെടാനുള്ള സംവിധാനം, ഇവയെല്ലാം ആരംഭിച്ചു. നോർക്ക പ്രൊഫഷണൽ ആൻഡ് ബിസിനസ് ലീഡർഷിപ്പ് മീറ്റ് നടത്തി. നോർക്ക വിമൻ സെല്ലിൻ്റെ രൂപീകരണമടക്കം വേറെയും നടപ്പാക്കിയ പദ്ധതികളുണ്ട്. എഡ്യൂക്കേഷൻ കൺസൾട്ടൻസികളെ നിയന്ത്രിക്കുന്നതിനുള്ള ബില്ല് വേണമെന്ന 4ാം ലോക കേരള സഭയുടെ ആവശ്യം മുൻനിർത്തിയുള്ള നിയമനിർമ്മാണം അവസാന ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. പ്രതിനിധികൾ നേരിട്ട് സമർപ്പിച്ച പ്രപ്പോസലുകൾ നടപ്പാക്കാനുള്ള ശ്രമങ്ങളും തുടരുന്നുണ്ട്. ഇങ്ങനെ പറയാനേറെയുണ്ട്, പക്ഷേ എല്ലാ കാര്യത്തിലേക്കും ഇപ്പോൾ വിശദമായി കടക്കുന്നില്ല. പ്രവാസത്തിൻ്റെ ഭാവി, ആ കാര്യത്തിൽ ചിലത് സൂചിപ്പിക്കാനുണ്ട്. അനിശ്ചിതത്വം എല്ലാ കാലത്തും കുടിയേറ്റത്തിൻ്റെയും പ്രവാസത്തിൻ്റെയും ഭാഗമായിരുന്നു. ആഗോളതലത്തിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ അനിശ്ചിതത്വം വരും ഘട്ടങ്ങളിൽ കൂടുതൽ വർദ്ധിപ്പിക്കും എന്നാണ് സൂചന.